നമസ്കാരം. പതിരും കതിരും. ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ വരത്തുപോക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അമാനുഷിക പ്രതിഭാസമുണ്ട്. തികച്ചും അഭൗമിക തലത്തിലുള്ളതാണ് വരത്തുപോക്ക്. പാതിരാവ് കഴിഞ്ഞ് മൂർത്തികൾ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് ഒരു സഞ്ചാരമുണ്ട്. ചിലപ്പോൾ തീഗോളം പോലെ, മറ്റു ചിലപ്പോൾ ചൂട്ടുകറ്റ മിന്നും പോലെ. ഈ വരത്തുപോക്കിനിടയിൽ ഏതെങ്കിലും മനുഷ്യരോ ജീവികളോ ചെന്നുപെട്ടാൽ അടിച്ചിട്ടുകളയും. ചിലപ്പോൾ ജീവനും പോയെന്ന് വരും. നമ്മുടെ പിണറായി മൂർത്തിയും വരത്തുപോക്കിലാണ്. ഗൾഫ് പര്യടനത്തിനിടയിൽ ഇടവേള കിട്ടിയപ്പോൾ ഇങ്ങോട്ടൊരു വരവുണ്ട്. ചൂട്ടുകറ്റ മിന്നും പോലെയോ തീഗോളം വരും പോലെയോ. ഇതിനിടയിലെങ്ങാനും ആരെങ്കിലും പെട്ടാൽ ഗീർവാണമടിച്ച് കൊന്നുകളയും. കേരളത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒരു ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ നിന്ന് നികേഷ് കുമാർ പറഞ്ഞത് അത് പിണറായി വിജയൻ ആണെന്നാണ്. ഡിസംബർ 1 വരെ നീണ്ടു നിൽക്കുന്ന ഗൾഫ് പര്യടനത്തിൻ്റെ ഇടയിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. വളരെ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഈ അമൂല്യ വിജയൻ ഇന്നലെ വന്നത്. CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ എവിടെ ചെന്നാലും ഒരു കൽപ്പിത കഥയുണ്ടാക്കി വായിക്കുന്ന ഒരു പരിപാടിയുണ്ട് മൂപ്പർക്ക്. അമിത്ഷായ്ക്ക് താല്പര്യമുള്ള ഒരു അഖിലേന്ത്യാ നേതാവ് കേരളത്തിൽ വന്നുപോലും. അദ്ദേഹം നോക്കുമ്പോൾ അതാ ഇവിടെ എല്ലാവരും വസ്ത്രം ധരിച്ച് നടക്കുന്നു. പുള്ളിക്ക് ഭയങ്കരമായ അത്ഭുതം. തിരിച്ചു പോകാൻ നേരം അദ്ദേഹം ടാക്സി ഡ്രൈവറോട് പറഞ്ഞു പോലും, ഇതാണ് റിയൽ കേരള സ്റ്റോറി, ഞാൻ ഇനിയും വരും. നോക്കണേ, സാധാരണ തുണിയില്ലാതെ നടക്കുന്നവരെ കാണാനാണ് സഞ്ചാരികൾ പോകാറുള്ളത്. കേരളത്തിൽ തുണി ഉടുത്ത് നടക്കുന്നവരെ കാണാൻ BJPയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് വീണ്ടും വരും പോലും. അമിത്ഷായ്ക്ക് താല്പര്യമുള്ള നേതാവ് കേരളത്തിൽ പിണറായി മാത്രമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കേരളത്തിൽ അന്നവസ്ത്രാദികൾ മുട്ടാതെ ഞങ്ങളെ കാത്തുപോറ്റുന്ന ഒരു ഭഗവാനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് പെരുമാൾ ഭൂതമെന്ന് ആ ടാക്സി ഡ്രൈവർ അമിത്ഷായോട് അടുപ്പമുള്ള ആ നേതാവിനോട് പറഞ്ഞോ എന്തോ. ലോകത്തെങ്ങുമുള്ള ഏകഛത്രാധിപതികളുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത് ഈ പൊങ്ങച്ചം പറച്ചിലാണ്. കേരളത്തിലെ റോഡുകളെപ്പറ്റി ഇംഗ്ലണ്ടിലെ ഒരു കുട്ടി പറഞ്ഞതായ ഒരു കഥ മുൻപ് അവതരിപ്പിച്ചു. നമ്മുടെ റോഡുകൾ എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ വന്ന് ചികിത്സ നടത്താൻ കൊതിക്കുന്ന ഒരു വലിയ സമ്പന്നനെ പറ്റിയും ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, എന്തൊരു മാറ്റമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാറിയത്. കാശുള്ള ഞങ്ങൾ അവിടെ ചെന്നാൽ നാണക്കേടായതുകൊണ്ട് മാത്രമാണ് ചികിത്സയ്ക്ക് പോകാത്തത്. കേരളീയർ തുണിയുടുത്ത് നടക്കുന്നതിൻ്റെ വരെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ. മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മനുഷ്യർ തുണി ഉടുക്കാതെയാണല്ലോ നടക്കുന്നത്. ഇങ്ങനെ പുങ്കത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഉണ്ടാകുമോ? കുളിച്ചില്ലെങ്കിലും കോണകം പുരപ്പുറത്ത് കിടക്കണമെന്ന് കരുതുന്നവരാണ് മലയാളികൾ. അകത്തൊന്നുമില്ലെങ്കിലും പുറത്ത് കാണിക്കാതെ അവർ ജീവിക്കും. അടിച്ചു നനച്ച് കുളിച്ചേ നടക്കൂ. മലയാളികളെ തുണി ഉടുപ്പിച്ചതും ഞാനാണെന്ന മട്ടിലാണ് ഈ മുഖ്യൻ്റെ വർത്തമാനം. അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നതിൻ്റെ ക്രെഡിറ്റ് പിണറായിയുടെ ഭരണത്തിൻ്റെ മികവായി മാറുന്നു. മാസപ്പടി മേടിച്ച കാശ് കൊണ്ടല്ല കേരളത്തിലെ പാവം പിടിച്ച മനുഷ്യർ തുണി ഉടുക്കുന്നത്. നാട്ടുകാരെ മുഴുവൻ കൊള്ള ചെയ്ത കാശ് കൊണ്ടാണ് പാർട്ടി മണിമന്ദിരങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ജനം തന്ന ചില്ലിക്കാശിൻ്റെ കണക്ക് പറഞ്ഞ് കരയും. 15 കോടി രൂപ മുടക്കി 5 നിലകളിലാണ് പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് കണ്ണൂരിൽ പണിതുയർത്തിയത്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറി കേരളത്തിലെ CPM. ഞങ്ങൾ പാവങ്ങളുടെ പാർട്ടിയാണ്. 1 or 2 നിലയിൽ കഴിയേണ്ടവരല്ല. 5 നിലകളുണ്ടെങ്കിലേ ജനങ്ങളുമായി കൂടുതൽ ഇഴുകിച്ചേരാൻ സാധിക്കുകയുള്ളൂ. കോഴിക്കോട് കല്ലായിത്തെരുവിലെ മാളിക വീട്ടിൽ പിറന്ന പാർട്ടിയാണിത്. മാളികയിലാണ് രൂപം കൊണ്ടതെങ്കിലും അന്നത്തെ പാർട്ടി മണ്ണിലിറങ്ങി വന്ന് ജനങ്ങളിൽ നിന്നും ഊർജം വലിച്ചെടുത്താണ് വളർന്നത്. ഇന്നത്തെ പാർട്ടി ജനങ്ങളെ ശരിക്കും വലിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പിണറായി വിജയൻ സംഘപരിവാറിനെയും RSSനെയും ഒക്കെ ചെറുതായി ചൊറിഞ്ഞു എന്ന് വരുത്തുന്നുണ്ട്. പണ്ടു പറഞ്ഞത് കേരളത്തോട് മുട്ടാൻ അമിത്ഷായുടെ തടിയിലെ വെള്ളം പോരാ എന്നാണ്. ഇപ്പോഴിതാ ആ തടിയിൽ ചാഞ്ഞാണ് പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും നിൽപ്പ്. കണ്ണൂരിൽ പറഞ്ഞ മറ്റൊരു പോയിൻ്റുണ്ട്. കേരളത്തിൽ സംഘപരിവാർ വന്നാൽ ശബരിമലയുടെ സ്വഭാവമടക്കം നഷ്ടപ്പെടുമത്രേ. ശബരിമലയുടെ തനിമ ചോരാതെയും സ്വഭാവം നഷ്ടപ്പെടുത്താതെയും പിണറായി വിജയൻ ചില്ലറ കരുതലല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ സ്വഭാവം അതേപടി നിലനിർത്താൻ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ കനകബിന്ദുക്കൾക്ക് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്ത് മല കയറ്റിച്ചു. പമ്പയിൽ വരെ വണ്ടിയിൽ കിടത്തിക്കൊണ്ടുപോയി. പമ്പയിൽ ചെന്ന് നിവർത്തി നിർത്തി ഒളിപ്പിച്ച് കടത്തി. ഇതാ സ്ത്രീകൾ ശബരിമലയിൽ കയറിയിരിക്കുന്നുവെന്ന വിശ്വവിഖ്യാതമായ പ്രസംഗവും അന്ന് തന്നെ പിണറായി വിജയൻ നടത്തി. ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണമെല്ലാം ഉരുക്കി ദേവസ്വം ഉരുളയാക്കി തിന്നു. പങ്കുപറ്റിയവരും കൂട്ടുനിന്നവരുമെല്ലാം നന്നായി.
പോറ്റിയും മുരാരിയും കുടുങ്ങി. ശബരിമല അയ്യപ്പൻ്റെ ചരിത്രവും പരിപാവനതയുമൊക്കെ പിണറായി പറയുമ്പോൾ തൊഴുകൈകളോടെ സഖാക്കൾ ശരണം വിളിച്ച് കേട്ടിരുന്നു. മലയാളികൾ തുണി ഉടുക്കുന്നതും വൃത്തിയും മെനയുമായി നടക്കുന്നതുമൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നേട്ടമായി തട്ടിമൂളിക്കുന്ന പിണറായി ഒരപാരത തന്നെ. പട്ടാള വെടിയുടെ ഉസ്താദായ ജാലിയൻ കണാരൻ വരെ തോറ്റുപോകും സഖാവേ നിങ്ങളുടെ മുമ്പിൽ.